കൊച്ചി നഗരസഭ പൊന്നുരുന്നി ഈസ്റ്റ് 45-ാം ഡിവിഷൻ സ്ഥാനാർത്ഥി ശ്രീമതി സുനിത ഡിക്സൺ ആണ്. പൊന്നുരുന്നി ഈസ്റ്റിൽ ഡിവിഷൻ 45-ലെ മിക്ക വീടുകളിലും വളർത്തുനായ്ക്കളുണ്ട്. അതിനായി വാക്സിനേഷൻ സെന്റർ ആരംഭിക്കും. 45-ാം ഡിവിഷനിൽ പൊതു കളിസ്ഥലം യാഥാർത്ഥ്യമാക്കും. മുതിർന്ന പൗരന്മാർക്കായി പകൽ വീട്, ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി വിവിധ പദ്ധതികൾ, റോഡുകളുടെ വികസനം, 45-ാം ഡിവിഷനിൽ പുതുതായി കൂട്ടിച്ചേർത്ത ഭാഗത്ത് ഉൾപ്പെടുന്ന വൈറ്റില സഫ്ദർ ഹാഷ്മി ലൈനിലുള്ള ഹെൽത്ത് സെന്ററിലെ ലാബ് സൗകര്യം തുടങ്ങി പലവിധ പദ്ധതികളാണ് സുനിത ഡിക്സൺ കേരള പ്രണാമത്തോട് പങ്കുവച്ചത്. വളരെ എന്താ പറയുക, ഞങ്ങൾ കഴിഞ്ഞ ദിവസം BJPയുടെ ഒരു സ്വീകരണത്തിൽ ചെന്നപ്പോൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നല്ലൊരു ആത്മാർത്ഥമായിട്ട് കേരളത്തെ BJPയിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് അടുപ്പിക്കാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്ന ആ വ്യക്തിത്വത്തെ കണ്ട് നമ്മൾ രാപ്പകലില്ലാതെ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അതിന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, വൈറ്റിലയിൽ 49 ഡിവിഷൻ, പഴയ 49, ഇപ്പോൾ 46, 2 ഡിവിഷനായിട്ടാണ് ഡീലിമിറ്റേഷനിൽ വന്നേക്കുന്നത്. അവിടെ ഇത്ര റോഡുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് എൻ്റെ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനമാണ്. അതേപോലെ തന്നെ കുടിവെള്ളം നമുക്ക് അമൃത് പദ്ധതി പ്രകാരം അല്ലെങ്കിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനായിട്ട് സാധിച്ചു. അവിടെയൊക്കെ വെള്ളത്തിന് വളരെ ഷോർട്ടേജ് ആയിരുന്നു. ആ വെള്ളം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പക്ഷേ നമ്മൾ രഹസ്യമായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് അത് കേരളത്തിൻ്റെന്ന്. പക്ഷേ അതൊന്നും കേരളത്തിൻ്റെ ഫണ്ടുകളല്ല, അത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ് കൂടുതലും. അപ്പോൾ ആ കൂടുതൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാവുമ്പോഴും കേരളത്തിൽ വരുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിന് യാതൊരു പങ്കില്ലാത്ത രീതിയിലായിട്ട് അത് മറച്ചു വയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ എനിക്ക് അഭിമാനമായിട്ട് തോന്നിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മോദിജിയുടെ ഒരു ആഗ്രഹം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ ഡിവിഷൻ ബേസ് ചെയ്ത് ഓരോ ആരോഗ്യ കേന്ദ്രം, വെൽനസ് സെൻറ്റർ, അത് നമുക്ക് എല്ലാ ഡിവിഷനിലേക്കും എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ ഒരു ഒച്ചയും ബഹളവും സഹിക്കാൻ വയ്യാതെ ഒരു തീരുമാനമെടുത്തു. ഈ ഒരു തീരുമാനം നടപ്പിലാക്കാൻ 74 ഡിവിഷൻ ഉണ്ടായിട്ടും 30 ഡിവിഷനിലേക്ക് അത് കൊടുത്തിട്ടുള്ളൂ. അവരത് താല്പര്യം കാണിക്കുന്നില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു സ്കീം, അതായത് ഓരോ ഡിവിഷനിലും ഓരോ വെൽനസ് സെൻറ്റർ, ആരോഗ്യ കേന്ദ്രം നൽകാനായിട്ട് മോദിജി തയ്യാറായപ്പോൾ അത് നമ്മൾ മേടിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ജനപ്രതി എന്ന നിലയിൽ നമ്മൾക്കുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഡിവിഷനിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊരു അഭിമാന നിമിഷമാണ്. പിന്നെ നമുക്ക് ഏറ്റവും അഭിമാനം എന്ന് പറയുന്നത് ഓരോ ഡിവിഷനിൽ ചെന്ന് നോക്കിയാലും നമ്മൾക്ക് ജൻ ഔഷധി എന്ന് പറഞ്ഞൊരു അതൊന്നും ജനങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ എത്തുന്നില്ല. കാരണം ഒരു 1000 രൂപയുടെ മരുന്ന് പുറത്ത് മെഡിക്കൽ ഷോപ്പിലുണ്ടെങ്കിൽ നമുക്കൊരു 100 രൂപ ഉണ്ടെങ്കിൽ ഈ ജൻ ഔഷധി ചെന്നാൽ മരുന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ മരുന്ന് കിട്ടുന്ന ഈ ജൻ ഔഷധി ഒന്നും ഒരു ശരിക്കും പറഞ്ഞാൽ ആ ജൻ ഔഷധിയിൽ നിർബന്ധമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടി മോദിജിയുടെ ഫോട്ടോ വെച്ചത് കൊണ്ട് മാത്രമാണ് ജനങ്ങളത് പരസ്യമായിട്ട് പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും രഹസ്യമായിട്ട് അത് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുകൾ കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മടിക്കുന്നത് എന്നൊരു ബുദ്ധിമുട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതെല്ലാം പുതിയതായിട്ട് വരുന്ന ഈ ടൈമിൽ ഒരു കൗൺസിലറായിട്ട് ജനങ്ങളിലേക്ക് അത് നേരിട്ട് എത്തിക്കാനുള്ളൊരു സൗഭാഗ്യം എനിക്ക് കിട്ടണം. എൻ്റെ ജനങ്ങൾക്ക് അത് അനുഭവിക്കാനുള്ളൊരു യോഗവും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എൻ്റെ ജനങ്ങൾ പൊന്നുരുന്നി ഈസ്റ്റ്, പുതിയ 45-ാം ഡിവിഷൻ, പഴയ 48-ാം ഡിവിഷനിലെ ജനങ്ങൾ എല്ലാവരും അതിനുവേണ്ടി എന്നോടൊപ്പം നിൽക്കും എന്നൊരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. 2010 മുതൽ കൗൺസിലറാണ്. ഈ ടൈമിൽ ഞാൻ BJPയുടെ താമര ചിഹ്നത്തിലാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. എല്ലാ ജനങ്ങളും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് സുനിത ഡിക്സനെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നല്ലൊരു കൗൺസിലറെ നിങ്ങൾക്ക് തരാൻ എന്നെക്കൊണ്ട് സാധിക്കും.